ഈ കാലഘട്ടം പ്രകൃതി സ്ട്രിക്റ്റ് ആണ് എന്ന് ഞാൻ പല ആവർത്തി പറയുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും എന്താണ് ഈ പ്രകൃതി സ്ട്രിക്റ്റ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെ സ്ട്രിക്റ്റ് ആകുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി വിശദീകരിച്ച് ഇപ്രാവശ്യം പറയാം. ഈ കഴിഞ്ഞ കാലഘട്ടം, അത് 2012 മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത്, മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ജീവിച്ചു പോയാലും അവന്റെ ഭൗതിക കാര്യങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം താനെ ഓക്കെയായി മാറും, അല്ലെങ്കിൽ മറ്റു ശക്തികൾ ഇത് ഓക്കെയാക്കി കൊടുക്കും. അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ശരിയായാലേ ഇത് ശരിയാവുള്ളൂ എന്നൊരു സ്ട്രിക്റ്റ് അന്ന് ആ കാലഘട്ടത്തിൽ തൊട്ടു മുമ്പ് വരെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ആരും ശരിക്കും പറഞ്ഞാൽ ആ ദൈവവുമായിട്ട് അടുക്കുന്നില്ല, ഇല്ലെങ്കിൽ അവരവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മീയ വളർച്ച വരുന്നില്ല. അപ്പൊ ഇങ്ങനെ പോയി ഈ പെട്ടെന്ന് ഈ 2011-12 മുതൽ ഈ കാലഘട്ടം ഒന്ന് സ്ട്രിക്റ്റ് ആവുമ്പോൾ ഇനി ആർക്കും ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം വരില്ല. പക്ഷെ ഭൗതിക കാര്യങ്ങളെല്ലാം ഓക്കെ ആവോ? എല്ലാം ഓക്കെ ആകും. പക്ഷെ ആ ഓക്കെ ആകുന്നതിനോടൊപ്പം തന്നെ ആത്മാവിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ആത്മീയ കാര്യം കൂടി ഓക്കെ ആവണം. അപ്പൊ എവിടെയെല്ലാം ആത്മീയ കാര്യങ്ങൾ ഓക്കെ ആവുമോ അതോടൊപ്പം നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളും അവിടെ ഓക്കെ ആയി വന്നിരിക്കും. ഇതാണ് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരുടെ ഭൗതികങ്ങളെല്ലാം ബ്ലോക്കായി നിന്നും കൊണ്ട് ആത്മീയം മാത്രം മതി എന്നൊരു പരിപാടി ഇല്ല. ഇപ്പൊ ബാധ ഒഴിപ്പിക്കല്, ഇല്ലെങ്കിൽ ഭാവി പ്രവചിച്ച് പറയല്, അല്ലെങ്കിൽ ഒരാള് വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനിയുള്ള കാലഘട്ടത്ത് അത് സുഖമായിട്ട് നടക്കൂല. പ്രത്യേകിച്ച് കുറച്ച് ആത്മീയ വളർച്ച വന്നവർക്ക്. പക്ഷെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിക്കും. എപ്പോ അവനവന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി അവൻ ആ വ്യവസ്ഥയിൽ പോകുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളെല്ലാം താനെ പരിഹരിക്കപ്പെടും. ഇല്ലെങ്കിൽ അതിനുള്ള ചില വ്യക്തികളിലൂടെ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മുടെ ബാക്കി ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആവാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ സക്സസ് ആകൂല. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ എല്ലാവരിലും ഓരോ നെഗറ്റീവ്സുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ വലിഞ്ഞു കയറിയ പല നെഗറ്റീവ്സുകൾ എല്ലാവരിലും ഉണ്ടില്ലെന്നല്ല. അപ്പൊ അവരൊക്കെ ഇനി ഈ ദൈവികമായിട്ടുള്ള ഈ ഒരു അറിവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ വേറൊരു വ്യക്തിയിലൂടെ ഒരു പ്രശ്ന പരിഹാരം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാധ ഒഴിപ്പിക്കലോ അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കി തരലോ, ഇങ്ങനെയൊക്കെ ഉള്ള എനർജി പോസിറ്റീവ് ആക്കി തരലോ, ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾക്കൊന്നും ഇനി ആവശ്യം വരുന്നില്ല. കാരണം അവനവൻ തന്നെ ദൈവമായിട്ട് അടുത്ത്, അല്ലെങ്കിൽ അവനവന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് പോസിറ്റീവായി വരുന്നതനുസരിച്ച് ഈ നെഗറ്റീവ് എല്ലാം താനെ മാറി മാറി വരും. അതാണ് ഇനിയത്തെ ദൈവത്തിന്റെ പ്ലാൻ. ഇപ്പൊ പലരും എന്നെ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വിഷയം, വീട്ടിൽ ഭയങ്കര വിഷയം, പ്രശ്നം, ഈ അയൽവക്കക്കാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടിലുള്ളവരെ കൊണ്ട് തന്നെ ഭയങ്കര ഹറാസ്മെന്റ്, ഇല്ലാത്ത കുറ്റം പറഞ്ഞ് ഹറാസ്മെന്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും പലരും എന്നെ വിളിച്ച് സംശയങ്ങൾ പറയുന്നുണ്ട്. എന്റെ മെസ്സേജിലൂടെ എല്ലാം ഞാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് അവർ കേട്ടിട്ട് മനസ്സിലാകുന്നോ അതോ കേട്ടിട്ടില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നെയും ഇങ്ങനെയുള്ള സംശയങ്ങളാണ് പലരും പറയുന്നത്. ഇതിനെ ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇത് പ്രകൃതി ഇപ്പോൾ സ്ട്രിക്റ്റ് ആണ് എന്നതിന്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഭയങ്കരമായ ഇങ്ങനെയുള്ള ഹറാസ്മെന്റും കുത്തി സംസാരങ്ങള്, ഇല്ലാത്ത കുറ്റം പറച്ചിൽ, ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ വരുന്നത് പ്രകൃതി കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇതിനെതിരെ പ്രാർത്ഥിച്ചാൽ ഇത് മാറിപ്പോവില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ ഇമാതിരിയുള്ള ഈ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരും പറയുന്നതാണ് തകർന്നു പോകുന്നു, ചിലർ പറയുന്നത് മരിക്കാൻ തോന്നിപ്പോകും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. പ്രശ്നം എന്താണ്? ഈ മറ്റുള്ളവരിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഇല്ലാത്ത കഥ പറഞ്ഞുള്ള കുത്തി സംസാരങ്ങൾ, ആക്ഷേപങ്ങൾ, ഹറാസ്മെന്റ്. എന്റെ അനുഭവത്തിലൂടെ എനിക്ക് ഇതേപോലെ പണ്ട് പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊക്കെ ഈ ആത്മീയ ലെവലിൽ വരുന്ന, ഇപ്പൊ മെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിൽ ദൈവമായിട്ട് അടുത്തു, ആത്മീയമായി ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പോസിറ്റീവാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം കൊണ്ട് ഇളവും. അയൽവക്കത്തുള്ള നെഗറ്റീവ്സ് ഒക്കെ കൂടുതൽ ഇളകും. കാരണം നിങ്ങൾ പോസിറ്റീവ് ആവുന്നത് അവരുടെയൊക്കെ ഉള്ളില്, അല്ലെ അവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ്സിന് നല്ലോണം മനസ്സിലാവും. അപ്പൊ ആ പിശാചുകളെല്ലാം ഇളവുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇവരെയൊക്കെ വിട്ട് മാറി നിൽക്കുക. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ സഹിക്കാനുള്ള മനക്കെട്ടി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടും ആ ഒരു മനക്കെട്ടി ഉണ്ടാക്കി എടുത്താൽ നമ്മൾ ആത്മീയമായി നമ്മൾ വളർന്നു എന്നാണ് എന്റെ അർത്ഥം.
നമുക്ക് ആത്മാവിന് അയലോക്കത്തുള്ള വിഷയങ്ങൾ അവര് ചീത്ത വിളിച്ചു, അല്ല അവര് ഇല്ലാത്ത കുറ്റം പറയുന്നു, അല്ലെ വീട്ടിൽ നിന്ന് ഹറാസ്മെന്റ്, ഇതൊന്നും ആത്മാവിന് വിഷയമേ അല്ല. കാരണം ഇതൊന്നും ആത്മാവിന് ബന്ധപ്പെട്ട കാര്യങ്ങളേ അല്ല. പക്ഷെ ആത്മാവിന് ഇഷ്ടം എന്താണ്? ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഈ ആത്മാവ് വഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബോധ മനസ്സ് ഉള്ള, നിങ്ങളുടെ ബോധ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇതിനെയൊക്കെ പുല്ലുപോലെ ഡീല് ചെയ്യണം. അതാണ് ആത്മാവിന്റെ ഇഷ്ടം. അല്ലാതെ അവരത് പറഞ്ഞുകൊണ്ടോ അവരിങ്ങനെ കാണിച്ചുകൊണ്ടോ അവരോടൊന്നും ആത്മാവിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ ഇവിടെ ഉള്ളതെല്ലാം പ്രകൃതി നമ്മളെ പഠിപ്പിക്കാനാണ് എന്ന സത്യം തിരിച്ചറിയണം. കാരണം നമ്മൾ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് ആ ദൈവം അത് നോക്കി കാണുന്നുണ്ട്. കാരണം സൃഷ്ടാവ ദൈവത്തിന് ഇതൊക്കെ ഡീൽ ചെയ്ത് ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു മനസ്സ്, ദൈവത്തിന്റെ ഒരു ഭാഗം മനസ്സ് നിങ്ങൾ പാകപ്പെട്ട് വരാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ ഈ നിരീശ്വരവാദികൾ ദൈവത്തിന്റെ അച്ഛനെ അമ്മയെ വരെ ചേർത്ത് ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് പറയാത്ത തെറികളൊന്നുമില്ല, അത്രയും തെറികൾ പറയുന്നുണ്ട്. എന്നിട്ടും ഈ പ്രകൃതി അവർക്ക് ശുദ്ധവായു കൊടുക്കുന്നുണ്ട്, അവരുടെ കുടുംബമൊക്കെ കറക്റ്റാ നോക്കുന്നുണ്ട്, അവർക്ക് വരുമാനം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പ്രകൃതി ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അല്ലാതെ ഇങ്ങനെയൊക്കെ തെറി പറഞ്ഞെന്ന് കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ ആ നിമിഷം നശിപ്പിച്ച് കളയോ മാറാ രോഗം കൊടുത്ത് ശിക്ഷിക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവർ ദൈവത്തെ തിരിച്ചറിയാതെ ഏതൊക്കെയോ പ്രതിമകളെ ആശ്രയിച്ചും ഏതൊക്കെ മനുഷ്യദൈവങ്ങളെ ആശ്രയിച്ചും മനുഷ്യരിങ്ങനെ മണ്ടരായി നടക്കുന്നത് കണ്ട് ഇവരൊക്കെ മനുഷ്യരെ പൊട്ടരാക്കുന്നതും കണ്ട് ഇവരെയൊക്കെയാണ് ദൈവം എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവൻ ദൈവം ഇമാതിരി കോപ്രായങ്ങളെല്ലാം വെറുക്കുന്നു എന്ന സത്യം അവരും തിരിച്ചറിയുന്നില്ല. അപ്പൊ അവരും ഈ തിരിച്ചറിവില്ലാതെയാണ് ദൈവത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ദൈവം അത് ക്ഷമിക്കുന്നില്ലേ, പൊറുക്കുന്നില്ലേ? അപ്പൊ ഈ ഒരു മനസ്സ് നിങ്ങൾക്കും ആയി വരാൻ, അപ്പൊ നമ്മൾ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് നമ്മൾ ലയിക്കണം, അല്ലെങ്കിൽ അതിലോട്ട് മോക്ഷപ്രാപ്തിയിൽ പോകണമെങ്കിൽ ഒരേ മനസ്സായി മാറണം. ആ പ്രകൃതിയുടെ മനസ്സും നമ്മുടെ മനസ്സും ഒരേപോലെ ആയാലേ അങ്ങോട്ട് ലയിച്ചു പോവുള്ളൂ. ആ മനസ്സാണല്ലോ ഇങ്ങോട്ട് ലയിക്കണം, അല്ലെ നിങ്ങളുടെ ശരീരമല്ലേ ലയിക്കണത്. അപ്പൊ ഈ മനസ്സ് ഒരേപോലെയാണെന്ന് ദൈവത്തിന്റെ ഒരു മനസ്സുണ്ട്. ഇങ്ങനെയുള്ള അറിവില്ലാത്തവരോ അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്തവരോ ഈ കാണിക്കുന്ന വട്ട കണ്ടും കൊണ്ട് ഒന്നും തോന്നാത്ത മനസ്സുകൊണ്ട് ചിരിക്കുന്ന ഒരു മനസ്സ് ദൈവത്തിനുണ്ട്. അപ്പൊ നിങ്ങളും അതേ മനസ്സായാലല്ലേ അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ കുഴപ്പമോ ഇവരുടെ കുഴപ്പമോ അവരങ്ങനെ ആയിപ്പോയോ അല്ലെ പിശാചുക്കൾ അല്ലെ അസുരന്മാരി കാണിക്കണോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. എന്തിനാണുള്ളത്? നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താനാണെന്നുള്ള സത്യം തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുറമേ തിരിച്ച് വല്ലതും വിളിച്ച് പറയാതെ കൺട്രോൾ ചെയ്ത് പഠിക്കുക. ഇപ്പൊ എനിക്ക് തന്നെ പണ്ട് ഈ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ട് സത്യം പറയാമല്ലോ, എനിക്ക് പെട്ടെന്ന് പറ്റിയിട്ടില്ല. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വീട് വിട്ട് വേറെ എങ്ങോട്ടേലും മാറി താമസിക്കുക, ഒരു പരിചയമില്ലാത്തൊരു ദേശത്ത് പോയി താമസിക്കുക. അങ്ങനെ താമസം മാറ്റിയാൽ തന്നെ നമ്മൾ തന്നെ കുറെ പോസിറ്റീവായി മാറും. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ കിടന്ന് കുറുകുറുത്ത് ഇവരെയൊക്കെ തർക്കിച്ച് എതിർത്ത് പറഞ്ഞ് നമ്മൾ തന്നെ പിന്നെ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ മാറി താമസിക്കുക. അങ്ങനെ ഞാൻ പെട്ടെന്ന് മാറി താമസിച്ചില്ല. അങ്ങനെ പല സ്ഥലത്തോട്ട് ഞാൻ മാറി താമസിച്ചിട്ടുണ്ട്. ഒരു സ്ഥലം മാത്രമൊന്നുമല്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പുതിയ രീതിയിലുള്ള നമ്മളെ നെഗറ്റീവ് ആക്കുന്ന പ്രക്രിയകളാണ് ഓരോ സ്ഥലത്തും അനുഭവപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നെല്ലാം നമ്മൾ തന്നെ ക്ഷമിച്ചും കൺട്രോൾ ചെയ്തും പിന്നെ താമസം മാറി വേറെ സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് താമസിച്ചും ഇതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത അലഞ്ഞിരി നടക്കുന്ന ദുരാത്മാക്കളും മറ്റ് അദൃശ്യ ശക്തികളൊക്കെ അല്ലാതെയും ശല്യത്തിന് വരുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം ഞാൻ തന്നെ മാറി താമസിച്ചും ക്ഷമിച്ച് നിന്നുകൊണ്ടും ഈ നെഗറ്റീവ് ശക്തികളോട് വരെ ചിലപ്പോൾ നമ്മൾ ഡീസന്റ് ആയിട്ട് താഴ്ന്ന് സംസാരിച്ച് ഒതുക്കി നിർത്തേണ്ട ഗതി വരെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഇതിനെ മാറ്റിത്തരണേ, ആ നെഗറ്റീവിനെ മാറ്റിത്തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഫലം വരൂല. കാരണം ഇവരെയൊക്കെ അനുവദിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി പഠിപ്പിക്കാനാണ്. അപ്പൊ നമ്മൾ മനസ്സ് പാകപ്പെടുത്തി കാണിച്ചു കൊടുക്കണം. ഉദാഹരണം പറഞ്ഞ അയൽവക്കക്കാര് കിടന്ന് എന്തെങ്കിലും വിളിച്ചു പറയും, എന്തെങ്കിലും കാണിക്കും, നമ്മൾ ചുമ്മാ നമുക്കൊന്നും തോന്നാത്ത ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി വരണം. കേട്ടാൽ റോട്ടിൽ എത്രയോ പട്ടികൾ കളിച്ചുകൊണ്ട് പോകണം, നമ്മൾ നോക്കിയും ചില തെരുവ് പട്ടികൾ കുരയ്ക്കും. ഈ കുരയുടെ ആ കാടിനെ നോക്കിക്കൊണ്ട് നമ്മൾ വിഷമിക്കാനോ തിരിച്ച് അതനുസരിച്ച് കുരയ്ക്കാനോ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ നമ്മളിത് വെറും പട്ടി കിടന്ന് കുരയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യാത്തൊരു മനസ്സ് എത്തണം. ഞാനീ പറയുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കരുത്. പ്രാക്ടീസ്, നിയന്ത്രിച്ച് പ്രാക്ടീസ്. എന്തോ കിടന്ന് പറയുന്നു, എന്തോ കിടന്ന് കാണിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലാതെ അകമേ ഈ നീറി ഇരുന്നിട്ട് പുറമേ ചിരിച്ചും കാണിച്ച് മൈൻഡ് ചെയ്യിക്കാനല്ല ഞാനീ പറയുന്നത്. മനസ്സുകൊണ്ട് പോലും നമുക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു അറിയാലോ വൈരാഗ്യമൊന്നും വരാത്ത ലെവലിലേക്ക് പാകപ്പെടുത്തി വെക്കുക. എന്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ
അച്ഛന് ശരിക്കും പറഞ്ഞാൽ ചെവി ഒട്ടും കേട്ടുകൂടാ. വർഷങ്ങൾ കൊണ്ട് ചെവി കേൾവിയില്ല. ചെവി കേട്ടുകൂടാത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ചെവിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇത് അധികം വെക്കൂല. അപ്പൊ ഞാൻ കാണുമ്പോൾ നിർബന്ധിച്ചത് വെപ്പിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കപ്പോ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ചെവി കേട്ടുകൂടാത്തത് ഒരു ഭാഗ്യമാണ്. ഞാനിത് ഉണ്ടെങ്കിലും ഇത് ചെവി വെക്കൂല. കാരണം ഇത് വെച്ചാൽ വീട്ടിൽ നടക്കുന്ന സംസാരങ്ങൾ, വിഷയങ്ങളെല്ലാം ഞാൻ അറിയും. ഞാൻ അത് കേൾക്കേണ്ടി വരും. വെറുതെ എന്തെങ്കിലുമൊക്കെ കേട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. അതിനെക്കാട്ടി ചെവി കേട്ടുകൂടായിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പൊ ഇത് ഒരു വശം. മറുവശത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതേപോലെ നിങ്ങൾ പൊട്ടലായിട്ടങ്ങ് ഇരുന്നാൽ മതി. നമ്മൾ കേട്ട് ഉൾക്കൊണ്ട് ഭാവന ചെയ്ത് അവരിങ്ങനെ പറഞ്ഞല്ലോ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ നമ്മളിരുന്ന് ഭാവന മനസ്സിലിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായ ദേഷ്യവും വൈരാഗ്യം വരുന്നത്. അപ്പൊ ഇങ്ങനെ വരാത്ത ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് ദൈവം തന്നെ നിങ്ങൾക്ക് ചുറ്റും കുറെ പിശാചുക്കളെ വെച്ചിരിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ നിയന്ത്രിച്ച് പഠിക്കുക. ഇതൊക്കെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രകൃതി സ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ സ്ട്രിക്റ്റ് ആയത് കാരണം ഇവരുടെയൊക്കെ എങ്ങനെയെങ്കിലും അടപ്പിച്ച് തരണേ, ഇവരെയൊക്കെ ഒന്ന് കൊന്നു തരണേ എന്ന് വരെ ചിലര് ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം എന്താണ്? ഇവരുടെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ. പക്ഷെ ഒന്നും സംഭവിക്കൂല. കാരണം എന്താണ്? അങ്ങനെ ഇവരെ കൊന്നു തന്നാൽ നിങ്ങൾ എങ്ങനെ പഠിക്കും? അപ്പൊ ഇവരവിടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ പഠിക്കുള്ളൂ. പക്ഷെ ഇത് എപ്പോഴാണ് ഇത് സോൾവ് ആകുന്നത്? നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ടിട്ട് ഇങ്ങനെ എവിടെന്നെങ്കിലും ആരെങ്കിലും നിങ്ങൾ ഇല്ലാത്ത കുറ്റം പറയുകയോ ഹറാസ്മെന്റ് ചെയ്യുകയോ കുത്തുവർത്താനം പറയുകയോ അല്ലെ എന്ത് പ്രശ്നം ചെയ്താലും ഇതിലൊന്നിലും ഞാൻ കുലുങ്ങൂല, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല, എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സ് ഒരു കല്ലും മനസ്സാവും. ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സ് പാകപ്പെടുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ അപ്പുറത്തും ഇപ്പുറത്തു നിന്നുള്ള ഈ പ്രശ്നങ്ങളെല്ലാം താനേ സോൾവ് ആയിരിക്കും. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇതാണ് ശരിക്കുള്ള രീതി. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി എടുക്കൂ, അത്രയും പെട്ടെന്ന് ഈ പ്രശ്നം സോൾവ് ആവും. അല്ല, നിങ്ങളുടെ മനസ്സ് മാറാത്ത കാലത്തോളം ഈ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ അധ്യാപകരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ മനസ്സുമായി യോജിപ്പിച്ച് ഒരേ ലെവലിൽ എത്താനുള്ള അധ്യാപകരാണ് നമുക്ക് ചുറ്റും നിന്ന് ഈ കിടന്ന് പട്ടി കുരയ്ക്കും പോലെ കുരയ്ക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാകപ്പെട്ട് വരാൻ പറ്റും. അപ്പൊ നമ്മൾ അപ്പുറവും ഇപ്പുറവും കണ്ടുകൊണ്ട് അവരാണ് കുഴപ്പം ഇവരാണ് കുഴപ്പം, അത് കാരണമാണ് എനിക്ക് പറ്റിയത്, ഇവർ കാരണമാണ് പറ്റിയത് എന്നും പറഞ്ഞ് മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ തന്നെ മാക്സിമം പോസിറ്റീവ് ആകുക. എന്റെ മെസ്സേജുകൾ സ്ഥിരം കേട്ടു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് നിങ്ങളുടെ എവിടെയൊക്കെയാണോ നിങ്ങൾ പോസിറ്റീവ് ആകേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ബലഹീന വശം, അതെല്ലാം എന്റെ മെസ്സേജിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സത്യം തിരിച്ചറിയണം, നിങ്ങളിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളും അങ്ങനെയുള്ള നെഗറ്റീവ്സും ഉള്ളത് കാരണം അതെല്ലാം നിങ്ങളെ ആ നിമിഷം തന്നെ മറവിച്ച് കളയും. നിങ്ങളിലുള്ള നെഗറ്റീവ്സ് ആ പ്രധാന പോയിന്റുകൾ മറവിച്ച് കളയും. അതുകൊണ്ട് മാക്സിമം കേട്ട മെസ്സേജ് ആണെങ്കിൽ വീണ്ടും കേൾക്കുക. അതിന്റെ അകത്ത് നിങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നത്, അല്ലെ എവിടെയൊക്കെയാണ് ഇനി പോസിറ്റീവ് ആകേണ്ടതെന്നെല്ലാം വിശദീകരിച്ച് അതിനകത്തുണ്ട്. അത് കേട്ട് മനസ്സിലാക്കി പെട്ടെന്ന് പാകപ്പെട്ടാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ഇങ്ങനെയുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളെല്ലാം തന്നെ മാറും. അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ ഒരിക്കലും പ്രശ്നങ്ങൾ തന്നെ മാറൂല. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നു, അല്ലെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം കൂടി തിരിച്ചറിയണം. ഓക്കെ, ഇത് ചില കാര്യങ്ങളൊക്കെ അടുത്തത്.